Hi everyone, this is Abin from Ebica. അങ്ങനെ നമ്മുടെ iOS 17.1.2ന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 500 മുതൽ 600 MB വരെയാണ് നമ്മുടെ ഐഫോൺ 15 Pro Maxൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 17.1.2ഉം macOS 14.1.2ഉം റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുതിയ watchOS ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടില്ല. ആൻഡ് ഈ ഒരു അപ്ഡേഷൻ നിങ്ങളൊരു ബേറ്റ ടെസ്റ്ററിനാണെങ്കിൽ ലഭിക്കില്ല. നിങ്ങൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കണമെന്നാണെങ്കിൽ ബേറ്റ നമുക്ക് ഓഫ് ചെയ്താൽ മാത്രമാണ് ലഭിക്കുന്നത്. സോ ഈ ഒരു അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത് 21B101 എന്നാണ്. ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ പുതിയ ഒരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കണക്റ്റീവായ ഇഷ്യൂ iOS 17.1.1ൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായോ ആ ഒരു അപ്ഡേഷനിലുണ്ടായ സെയിം നെറ്റ്വർക്ക് ഇഷ്യൂസും ബാക്കി കാര്യങ്ങളും ഇത് നിലനിൽക്കാനും ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു പുതിയ അപ്ഡേഷനോ അല്ലെങ്കിൽ പുതിയ മാറ്റത്തിനോ വേണ്ടിയല്ല, കുറച്ച് സെക്യൂരിറ്റി അപ്ഡേറ്റിന് വേണ്ടി മാത്രമാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ റിലീസ് ചെയ്തത്. നമ്മളോട് പ്രോമിസ് ചെയ്ത പോലെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ സെക്യൂരിറ്റി അപ്ഡേറ്റിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് റാപ്പിഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ കൊണ്ടുവരും എന്നാണ് ആപ്പിൾ പറഞ്ഞത്. പക്ഷേ ആപ്പിൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നില്ല. നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും സെക്യൂരിറ്റി റെസ്പോൺസ് ആൻഡ് സിസ്റ്റം ഫയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യം ആപ്പിൾ റാപ്പിഡ് സെക്യൂരിറ്റി എന്ന പേരിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇടയായിട്ട് തരാറില്ല. നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കണമെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ മതി. ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും iOS 17.1.2 ആൻഡ് iPadOS 17.1.2 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആകെ രണ്ട് കാര്യത്തിന് വേണ്ടി മാത്രമാണ് ആപ്പിൾ ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന iOS 17.1.2 എന്നാണ് അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വെബ് കിറ്റും രണ്ടാമത്തും വെബ് കിറ്റും. നമുക്ക് ഈ പറഞ്ഞ വെബ് കിറ്റ്സിന് മാത്രമായിട്ടാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബഗ് ഫിക്സോ ബാക്കി കാര്യങ്ങൾ ഒന്നുമോ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. എസ്പെഷ്യലി നമുക്ക് ഈ പറയുന്ന GM കാർസിൽ വരുന്ന വയർലെസ് ചാർജിങ്ങിൻ്റെ ഇഷ്യൂ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതേപോലെ നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ബഗ്ഗും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ ക്ലിയർ ചെയ്തില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചെറിയൊരു ക്ലട്ടറിങ് നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പാനലിൽ നമുക്ക് വരുന്നുണ്ട്. ഈ പറഞ്ഞ അപ്ഡേഷനിൽ ആപ്പിൾ കൂടുതൽ അപ്ഡേഷൻസോ അതേപോലെ സെക്യൂരിറ്റി അപ്ഡേറ്റോ കൊണ്ടുവന്നിട്ടില്ല. കാരണം നമുക്ക് ഈ വരുന്ന മാസം അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ പുതിയ ഒരു iOS 17.2 ജാം പാക്കായിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ കുറേയധികം അപ്ഡേഷൻസും ചേഞ്ചസും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴുണ്ടാകുന്ന ചെറിയ ചെറിയ ബഗുകൾ മാറ്റാൻ വേണ്ടി മാത്രമാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ ചെയ്താൽ അത്രയും നല്ലത്. ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമോ കാര്യങ്ങളോ വരുന്നില്ല. ആൻഡ് അപ്ഡേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 2-3 ദിവസങ്ങൾ വെയിറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് അറിഞ്ഞതിന് വേണ്ടി മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഡിസ്പ്ലേയുടെ ഇഷ്യൂസും ബാക്കി കാര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ iOS 17.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും ആർസ് റിലീസും എന്നായിരിക്കും വെച്ചാൽ നെക്സ്റ്റ് വീക്ക് നമുക്കൊരു 4 to 6ൻ്റെ ഇടയിലായിരിക്കും ഈ പറയുന്ന iOS 17.2ൻ്റെ ആർസ് റിലീസ് നമുക്ക് ലഭിക്കാനുള്ള ചാൻസ്. അതേപോലെ തന്നെ സെക്കൻഡ് വീക്ക് ആയിട്ടുള്ള നമുക്ക് 11 to 13ൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നമ്മുടെ iOS 17.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ക്രിസ്മസും ന്യൂ ഇയറും വരുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയിൽ എല്ലാ എംപ്ലോയീസിനും ഓഫായിരിക്കും. സോ അതിനുശേഷം സെപ്റ്റംബറിൽ ഒരു മിഡൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഈ പറയുന്ന iOS 17.3ൻ്റെ ബീറ്റ 1 അപ്ഡേഷൻ നമുക്ക് വരുന്നത്. ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഗ്യാപ്പ് നമുക്ക് എന്തായാലും ഈ ഒരു അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ
iOS 17.1.2ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റ് ചെയ്യുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin, Xavier signing from Abin.